മൂന്നാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനത്തിനും പ്രദർശനമേളയ്ക്കും ദുബായിൽ പ്രൗഢോജ്വല തുടക്കം. ഭാരതത്തിന്റെ പാരമ്പര്യ ചികിത്സാ രീതികളെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന മഹാമേളയുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ് നിർവഹിച്ചു. ആദ്യ ദിനം തന്നെ 10,000-കണക്കിന് സന്ദർശകരാണ് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലെ മേളയിലെത്തിയത്. ഭാരതത്തിന്റെ പാരമ്പര്യ ചികിത്സാ രീതികളെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന മഹാമേളയ്ക്കാണ് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ തുടക്കമായിരിക്കുന്നത്. ആയുർവേദം, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നിവയുടെ ആഗോള പ്രചാരണം ലക്ഷ്യമാക്കിയാണ് മൂന്നാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനത്തിനും പ്രദർശനമേളയ്ക്കും ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ തുടക്കമായിരിക്കുന്നത്. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെയും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ രക്ഷാകർതൃത്വത്തിൽ സയൻസ് ഇന്ത്യ ഫോറവും വേൾഡ് ആയുർവേദ ഫൗണ്ടേഷൻ ചേർന്നാണ് മൂന്നാമത് അന്താരാഷ്ട്ര ആയുഷ് കോൺഫറൻസ് ആൻഡ് എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. മേളയുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ് നിർവഹിച്ചു. കേന്ദ്ര ആയുഷ് മന്ത്രാലയം സെക്രട്ടറി വൈദ്യ രാജേഷ് കൊട്ടേച്ച, UAE ഇന്ത്യൻ സ്ഥാനപതി ദീപക് മിത്തൽ, ദുബായ് ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. This is the largest gathering of traditional medicine stakeholders of India, outside India, largest one. And this conference is having participation of more than 30 countries, and more than 1,000 delegates have already registered. And the organizers are expecting that there will be more than 10,000 people visit into this exhibition. There are 100+ exhibitors of famous, world famous exhibitors. The important thing is that this is a good conglomeration of educationists, policy makers, researchers, academia, industry, students outside of India. 35-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള 1,500-ലേറെ ആയുഷ് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 31 അന്താരാഷ്ട്ര പ്രഭാഷകർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ആയുഷ് ആശുപത്രികൾ, ക്ലിനിക്കുകൾ, ഫാർമസ്യൂട്ടിക്കൽ നിർമ്മാതാക്കൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ 45-ലേറെ പ്രദർശന സ്റ്റാളുകളാണ് സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത്. നമ്മളിവിടെ മൂന്നാമത്തെ തവണയാണ് ആയുഷ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ തവണത്തെ നമ്മുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 10ഓളം ക്ലാസിക്കൽ പ്രോഡക്റ്റിൻ്റെ ലോഞ്ച് ഉണ്ടായിരുന്നു. അതായത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ അണ്ടറിൽ നമുക്ക് അപ്രൂവൽ കിട്ടിയ ക്ലാസിക്കൽ പ്രിപ്പറേഷൻസ്. ഇപ്പോൾ ഞാനും തേർഡ് ഇയറാണ് ഇത് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, ഇപ്പോൾ തേർഡ് ഇയർ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു എന്തൂസിയാസം നമുക്ക് പുറത്തുനിന്ന് വരുന്ന വിസിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും കാണാൻ പറ്റുന്നു. ഭാരതത്തിന്റെ മഹത്തായ പാരമ്പര്യ ചികിത്സാ രീതികളെ അടുത്തെറിഞ്ഞാണ് ഇവിടെ എത്തുന്ന ഓരോ സന്ദർശകരും മടങ്ങുന്നത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്ന് മനീഷ് കല്യാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.